ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു. ആ ഇച്ചായ, അവൾ വേദനയോടെ വിളിച്ചു. പറയ്, എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചത്? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. അത് പിന്നെ അത് അവൾക്ക് ശരിക്കും എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവൾ എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിക്കാൻ തുടങ്ങി. അവൻ്റെ കരങ്ങൾ അവളുടെ ഡ്രസ്സിനിടയിൽ കൂടി നഗ്നമായ ഇടുപ്പിൽ തഴുകുന്നത് അവൾ അറിഞ്ഞു. അവൻ്റെ സ്പർശനത്തിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവളുടെ കരങ്ങൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുകയാണ്. ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. അവളുടെ മുഖത്തിൻ്റെ ഭാവം കണ്ടതും അവൻ്റെ ചുണ്ടിൽ കുസൃതി വിരിഞ്ഞു. അവൻ അവളുടെ നഗ്നമായ ഇടുപ്പിലും വയറിലും തഴുകിക്കൊണ്ടേയിരുന്നു. ഇച്ചായ, അവൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കാതെ തന്നെ വിളിച്ചു. സേറ. അവൻ അവളുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അരുമയായി വിളിച്ചതും അവൾ കണ്ണുകൾ തുറക്കാതെ തന്നെ മൂളി. നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവൻ കുസൃതിയോടെ അവളോട് ചോദിച്ചതും അവൾ ഇല്ലെന്ന് കണ്ണുകൾ തുറക്കാതെ തലയാട്ടി. ഒന്നും തോന്നില്ലേ ശരിക്കും? അവൻ വീണ്ടും അവളുടെ നാഫുചുഴിക്ക് ചുറ്റും ചൂണ്ടുവിരൽ കൊണ്ട് കളം വരച്ച് ചോദിച്ചു. ഇച്ചായ പ്ലീസ്. അവൾ കണ്ണുകൾ തുറക്കാതെ തന്നെ പുലമ്പി. അവളുടെ മാറുകൾ ഉയർന്നു താഴ്ന്നത് അവൻ കണ്ണുകൾ കാതെ നോക്കി നിന്നു. എന്നോട് നീ സത്യം പറയോ, ഇല്ലെങ്കിൽ ശിക്ഷ വളരെ വലുതായിരിക്കും. അറിയാലോ നിന്റെ ഇച്ചായനെ. അവൻ കുസൃതിയോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ തൻ്റെ ഉയർന്നു താഴുന്ന മാറിടങ്ങളിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. പറയുവോ? അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. പറയാം. സത്യം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് അവൾക്കറിയാവുന്നതുകൊണ്ട് എന്തും വരട്ടെ എന്ന് കരുതി അവൾ പറഞ്ഞു. എങ്കിൽ പറയ്, എന്തായിരുന്നു നീയും ഇത്രയും തമ്മിൽ സംസാരിച്ചത്? അവൻ പുരുകം പൊക്കി. അത് പിന്നെ ഗിരിയേട്ടന് അവളെ ഇഷ്ടവാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. അതിപ്പോഴാണോ നിനക്ക് മനസ്സിലായത്? അവൻ വീണ്ടും അവളെ നോക്കി ചോദിച്ചു. അവൻ അവളെ ഇഷ്ടമാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. അത് നീയൊക്കെ മനസ്സിലാക്കാത്തത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. ഇന്നലെ രാത്രിയിൽ അവൻ അവളെയും കൂട്ടി പുറത്തു പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. പറയാനാണോ രാവിലെ കൂട്ടുകാരി വിളിച്ചത്? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനവളാണെന്നുള്ള രീതിയിൽ അവനെ നോക്കി തലകുലുക്കി. അവന് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് സേറയ്ക്ക് മനസ്സിലായി. പിന്നെ നീ അഭിനയിക്കുന്ന കാര്യമൊക്കെ അവളോട് പറഞ്ഞതോ? അതെന്തിനായിരുന്നു? അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് പിന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിക്കി. സെറ, എൻ്റെ പ്രവൃത്തി നീ മാറ്റിക്കരുത്. രാവിലെ നീ എന്നെ വെറുതെ ചീത്തയാക്കരുത്. അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവളുടെ മാറിൽ ചെറുതായിട്ട് പിച്ചി. ആ ഞാൻ പറയാം. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ ക്രിസ്റ്റിയോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെങ്ങനെയാ? നിന്റെ കൂടെയല്ലേ അവളുടെ നടപ്പ്? സകല അടവും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അവൻ കപടദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ വെറുതെ അങ്ങനെ പറഞ്ഞപ്പോൾ ഗിരിയേട്ടൻ അവളെ ഇഷ്ടമല്ലേ? അപ്പോൾ ഗിരിയേട്ടൻ ഇനി അവളുടെ പുറകെ ചെല്ലുമല്ലോ. അതുപോലെ ഞാൻ ഇച്ചായനെയും. അവൾ ബാക്കി പറയാതെ അവനെ നോക്കി. അതൊക്കെ നിന്റെ വ്യാമോഹങ്ങൾ മാത്രം. നീ എൻ്റെ അടുത്ത് ജാടയിട്ട് നിന്നാ അതിനേക്കാൾ ജാടയിടാൻ എനിക്കറിയാം. പിന്നെ നീയൊക്കെ വിചാരിക്കുന്നത് പോലെ ഗിരി അവളുടെ പുറകെ ഒന്നും പോകാൻ പോകുന്നില്ല. അവൾ തന്നെ അവൻ്റെ അടുത്തേക്ക് ചെല്ലും. കേട്ട മോളെ സേറ, നിന്നേക്കാളൊക്കെ കുറേ മുമ്പേ ഓണം ഉണ്ട് തുടങ്ങിയതാ ഞങ്ങൾ. അതുകൊണ്ട് നിൻ്റെയൊക്കെ ഈ അടവുകൾ കയ്യിൽ തന്നെ വെച്ചാൽ മതി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. പിന്നെ ഒരു കാര്യം കൂടി. അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. നീ അവളുടെ കൂടെ നാളെ ഷോപ്പിങ്ങിന് പോകുന്നില്ല. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി. ഞാൻ പോകും. ഞാൻ കൂടെ ചെല്ലണമെന്ന് അവൾക്ക് വാക്കു കൊടുത്തതാ. അവൾ അവനെ നോക്കി വാശിയോടെ പറഞ്ഞു. ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു നീ നാളെ പോകുന്നില്ലെന്ന്. പറഞ്ഞാൽ പോകുന്നില്ല. അതല്ല എൻ്റെ വാക്ക് ധിക്കരിച്ച് ഇവിടുന്ന് പോകാനാണെങ്കിൽ. അവൻ കൈ ചൂണ്ടി അവളോട് കടുപ്പിച്ച് പറഞ്ഞതും അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. അവൻ അവളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതും അവൾ അവൻ പോകുന്നതും നോക്കി നിന്നു. അവനോട് താൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. ഇപ്പോൾ എന്തു പറഞ്ഞ് അവളോട് ഒഴിയും എന്നുള്ള ചിന്തയിലായിരുന്നു സേറ. അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോണെടുത്ത് ഗിരിയെ വിളിച്ചു. പിന്നെ മിത്ര സേറയോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ അവനെ പറഞ്ഞ് കേൾപ്പിച്ചു. അവനെല്ലാം കേട്ടിട്ട് ബാക്കി അവൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചിരുന്നു. അന്നത്തെ ദിവസം സേറ അവനോട് മിണ്ടാനേ പോയില്ല. രണ്ടുപേരും അടുക്കളയിൽ നിന്ന് ആഹാരമൊക്കെ വെക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ നോക്കാതെ തന്നെ നിൽക്കുകയായിരുന്നു. താൻ നാളെ മിത്രയോടൊപ്പം പുറത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് അവളുടെ മുഖത്തെന്ന് അവന് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇപ്പോൾ 100 തവണയെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ നോക്കുന്നവളാണ് ഇന്ന് മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുന്നതെന്ന് അവന് തോന്നി. സേറ, ആ തക്കാളി ഫ്രിഡ്ജിൽ നിന്നും എടുത്തേ. അവളെ കൊണ്ട് മിണ്ടിക്കാൻ വേണ്ടി അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് നോക്കി. പിന്നെ ഫ്രിഡ്ജ് തുറന്നൊരു തക്കാളി എടുത്തിട്ട് ഫ്രിഡ്ജ് വലിച്ചടച്ചു. എന്നിട്ട് ആ തക്കാളി അവൻ്റെ മുൻപിലേക്ക് ശക്തിയായിട്ട് വെച്ചു കൊടുത്തു. നിനക്ക് എന്തിനാ ഇത്ര ദേഷ്യം? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അവളും ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി.
എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ഇച്ചായൻ അറിയില്ലേ? ഞാൻ മിത്രയോട് പറഞ്ഞതാ നാളെ അവളുടെ ഒപ്പം ചെല്ലാന്ന്. എന്നിട്ട് ഇനി എന്ത് കാരണം പറഞ്ഞ് ഞാൻ ഒഴിയും? ഗിരിയേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ ഇച്ചായൻ ഗിരിയേട്ടൻ്റെ ഒപ്പം പോവില്ലേ? അപ്പോൾ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചായൻ എന്നെ അനുസരിക്കുമോ? ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപേ അവളുടെ എല്ലാ ആവശ്യത്തിനും ഞാനും എൻ്റെ എല്ലാ ആവശ്യത്തിനും അവളുമായിരുന്നു കൂട്ടിന് വന്നിരുന്നത്. ഇച്ചായൻ എന്നെ വിവാഹം കഴിച്ചു എന്ന് കരുതി അവളുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെക്കാനൊന്നും എനിക്ക് കഴിയില്ല. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ ഞാനുമായിട്ടുള്ള ബന്ധം മാത്രം മതി എന്നുള്ള ഒരു ഡീല് നമുക്ക് തമ്മിലുണ്ടായിരുന്നു. അത് ഇച്ചായൻ്റെ സേറ കൊച്ചങ്ങ് മറന്നുപോയോ? അവൻ കുസൃതിച്ചിരിയോടെ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ദേഷ്യപ്പെടുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് കടിച്ചു തിന്നാൻ തോന്നും നിന്റെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ കരങ്ങൾ അമർത്തി. വിടാൻ എൻ്റെ അടുത്ത് വരണ്ട. ഇച്ചായൻ എപ്പോഴും ഇച്ചായൻ്റെ വാശി ജയിക്കണം. മാറി നിൽക്ക്. അവൻ വെച്ചിരുന്ന കൈകളിൽ പിടിച്ച് മാറ്റിക്കൊണ്ട് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ ദേഷ്യം കണ്ട് അവന് ചിരി വരുമായിരുന്നു. അവൾ അവൻ്റെ പിടിയിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചതും അവൻ അവളെ പൊക്കിയെടുത്ത് സ്ലാവിൻ്റെ മുകളിലേക്ക് എത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ ചിരിയോടെ അവളുടെ ബനിയൻ ഊരി മാറ്റി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. കണ്ണുകൾ അവളുടെ അർദ്ധനഗ്നമായ ശരീരത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്താ? അവൻ നോക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ പുരികം പൊക്കി. ഐ നീഡ് യു നൗ. എൻ്റെ കണ്ണുകളിൽ കാമത്തോടൊപ്പം പ്രണയവും നിറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല. മാറി നിൽക്ക്. അങ്ങനെ ഇച്ചായനെ തോന്നുമ്പോൾ എല്ലാം നടത്താനും ഇച്ചായൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവനെ ഒന്ന് തള്ളി മാറ്റി സ്ലാബിൽ നിന്നും ചാടി ഇറങ്ങി. ഒന്നും മിണ്ടാതെയും അവളെ തൊടാതെയും പിടിച്ചു നിർത്താതെയും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഹോ, എന്തൊരു ദേഷ്യ പെണ്ണിന്! എൻ്റെ കർത്താവേ, ഈ സാധനത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എങ്ങനെ മെരുക്കും? അവൻ ആരോടൊന്നില്ലാതെ അവിടെ നിന്ന് പറഞ്ഞു. നീഡിയോ പോലും തെണ്ടി. എൻ്റെ വാക്ക് കേൾക്കാൻ വയ്യ, ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാൻ വയ്യ. എന്നിട്ട് നീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കിടന്നു കൊടുക്കാം. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ കാമം തീർത്തതാണെന്ന് പറയാൻ. അങ്ങനെ ഇപ്പോൾ സൂഹിക്കണ്ട. ഇനി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് മാത്രമേ ഞാൻ അതിനൊക്കെ സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു വിലയില്ലാതായിപ്പോ. അവൾ കൈകൾ മാറിൽ കെട്ടി സെറ്റിയിലേക്ക് ഇരുന്നുകൊണ്ട് സ്വയം പറഞ്ഞു. അവനോട് പിണങ്ങി വന്നതുകൊണ്ട് തന്നെ അവൾ പിന്നെ അടുക്കളയിലേക്ക് പോയില്ല. അവൾ സെറ്റിയിൽ തന്നെ ഫോണും നോക്കിയിരുന്നു. സെറ, വാ കഴിക്കാം. സെറ്റിയിലിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന അവളെ നോക്കി ക്രിസ്റ്റി വിളിച്ചു. എനിക്ക് വേണ്ട. അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് വീണ്ടും ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങി. പോയി ചോറും കറിയും ഒക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുവച്ചു. അപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പുറകിൽ കൂടി ചെന്ന് അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു. എൻ്റെ ഫോൺ താ. അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എഴുന്നേറ്റ് വന്ന് ആഹാരം കഴിക്ക്. നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുക ഞാൻ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും വേണ്ടാന്ന്. അതും പറഞ്ഞവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. നീ ആഹാരം കഴിച്ചിട്ടേ പോന്നുള്ളൂ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പുച്ഛിച്ചു വിട്ടു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഇച്ചായൻ എന്താ? ഇച്ചായന് വിശക്കുന്നെങ്കിൽ ആഹാരം കഴിക്കുക, അല്ലാതെ എന്നെ കഴിപ്പിക്കാൻ നിൽക്കണ്ട. അവളും തിരികെ പറഞ്ഞു. നിന്നെ കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനത് നോക്കട്ടെ. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ കസേരയിൽ കൊണ്ടിരുത്തി. അവൻ അവൾക്ക് വേണ്ടി പാത്രത്തിൽ ചോറും കറികളും വിളമ്പി. പിന്നെ അതിൽ നിന്നും കുറച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളാണെ പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. സെറ, വാ തുറക്ക്. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ ഒന്ന് നോക്കിയിട്ട് മുഖം തിരിച്ചു. വാ തുറക്കടി. അവൻ ഒച്ചയോടെ അവളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് വാ തുറന്നു. അവൻ ഓരോ ഉരുളയും അവളെ കഴിപ്പിച്ചു. അവൾ വാ തുറക്കാതിരിക്കുമ്പോൾ അവൻ ദേഷ്യത്തോടെ നോക്കും. അത് കാണുമ്പോൾ അവൾ പേടിച്ച് വാ തുറക്കും. അങ്ങനെ ക്രിസ്റ്റി അവളെ കൊണ്ട് എല്ലാ ചോറും കഴിപ്പിച്ചു. എല്ലാം കഴിച്ചു കഴിഞ്ഞതും അവൾ വാ പോയി കഴുകി. പിന്നെ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവന് കഴിക്കാനുള്ള ചോറ് പാത്രത്തിലേക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് ചോറ് കഴിക്കാൻ അറിയാം. ഞാൻ കുറച്ച് താഴ്ന്നു തരുമ്പോൾ നീ തലേ കയറിയിരുന്ന് നിരങ്ങാൻ നോക്കുക അല്ലേ? അവൻ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പോടാ പട്ടി. അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി പറഞ്ഞതും അവനവളെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ടതും പെട്ടെന്ന് അവൾ മുറിയിലേക്ക് വലിഞ്ഞു. അവളുടെ വെട്ടിത്തിരിഞ്ഞുള്ള പോക്ക് കണ്ട് അവൻ ഊറി ചിരിച്ചു.